ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പപ്പായ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് നന്നായി പഴുത്ത പപ്പായ തൊലി കളഞ്ഞ് ഉള്ളിലെ കുരുവെല്ലാം വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് ബദാമും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് പൊടിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി പപ്പായയിലേക്ക് നമുക്ക് പാകത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഏലക്ക പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ ആ പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കൊണ്ടുവരാം. ഇനി സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ നട്ട്സിൻ്റെ പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നും ഓരോ ടീസ്പൂൺ വീതം മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയും ഡെലീഷ്യസും ടേസ്റ്റിയുമായിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി. താങ്ക് യു ഫോർ വാച്ചിങ്.